ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങൾക്ക് 30-ാം തീയതി ഞങ്ങളുടെ സ്കൂളിൽ, അവിടുത്തെ ഉത്തർപ്രദേശിലെ സ്കൂളിൽ നിന്നുള്ള ഒരു ടീച്ചറിൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് അങ്കമാലിയിൽ വെച്ചാണ്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ക്ഷണമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോകാനായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് കാര്യമൊക്കെ അഞ്ചുവിനും എടുക്കണം. എനിക്ക് ഞാൻ വിചാരിച്ച സാരി ഒരെണ്ണം എടുക്കണം. അപ്പോൾ സാരി നോക്കണം, അഞ്ചിനൊരു ഡ്രസ്സ് നോക്കണം, ചേട്ടനൊരു ഷർട്ട് നോക്കണം. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങണത്. അപ്പോൾ സാരി ഇന്ന് എടുത്താലും എനിക്ക് അതിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ 2 ദിവസമുള്ളൂ കല്യാണത്തിന്. നമ്മുടെ ഈ വീഡിയോ എന്നത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോൾ ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊടുക്കാനുള്ള ടൈം വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ ഷോപ്പിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചും ചേട്ടനും ഫ്രണ്ട് സീറ്റിലുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ അന്നമന്നടയിലേക്കാണ്. അന്നമന്നടയുള്ള സൗന്ദര്യയിൽ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിക്കുന്നത്. അവിടെ ഒരു സൗന്ദര്യ എന്ന് പേരുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നോക്കാം. അവിടെ ഇല്ലെങ്കിൽ തൊട്ടടുത്ത് വേറെ 1-2 കടയുണ്ട്. അവിടെ എങ്ങനെ നോക്കാം. ഇനി അത് പറ്റിയില്ലെങ്കിൽ പിന്നെ ചാലക്കുടിയിൽ അങ്ങ് പോയി നോക്കണം. അപ്പോൾ തീരുമാനം അങ്ങനെ ഉറപ്പിച്ചിട്ടില്ല. ജസ്റ്റ് ആദ്യം അവിടെ പോയി നോക്കണം. പിന്നെ അഞ്ചുവിന് സാൻഡിൽ വാങ്ങിക്കാനുണ്ട്. അഞ്ചുവിന് വാങ്ങിക്കണ കൂട്ടത്തിൽ ഞാനും ഒരെണ്ണം വാങ്ങിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടാണ് പോണത്. അപ്പം അങ്ങനെ ഞങ്ങൾ അന്നമന്നയുടെ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ സൗന്ദര്യ ടെക്സ്റ്റൈൽസ് കാണാം. ഇതാണ് നമ്മൾ പറയുന്ന ഷോപ്പ്. അപ്പോൾ അവിടെ വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അവിടേക്ക് പോകാനായിട്ട്. ഞങ്ങൾ ഈ ഷോപ്പിൽ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. സബ്സ്ക്രൈബറിന്റെ പേര് മരിയ ന്യൂബ്. അപ്പോൾ ആ ചേച്ചിനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നമനടയിൽ നിന്നുള്ള ഷോപ്പിംഗ് തീർത്ത് ഞങ്ങളിനി ചാലക്കുടിക്ക് പോവാണ്. അവിടെ നമുക്ക് അഞ്ജുവിന് ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചേട്ടനും എനിക്കെന്നുള്ളത് കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടില്ല. അപ്പോൾ കാര്യം സാരിയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, പക്ഷേ അത്രയ്ക്ക് ഇഷ്ടം വന്നില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഞങ്ങളിനി ചാലക്കുടിയിലും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ച് ചാലക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അഞ്ജുവിന് എന്തായാലും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഓക്കെ എന്നുള്ള രീതിയിൽ എടുത്തു. ഇനിയിപ്പോൾ വേറെ കാണണമെങ്കിൽ അപ്പം എടുക്കും, അല്ലെങ്കിൽ അത് തന്നെ ഇടും. അപ്പം എന്തായാലും ഇനി ചാലക്കുടി ടൗണിലേക്ക്. അപ്പം ഞങ്ങളങ്ങനെ സാരി നോക്കാനായിട്ട് ഇവിടെ കല്യാൺ സിൽക്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഇഷ്ടപ്പെടുന്നത് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ഞങ്ങൾ സാരി നോക്കാനായിട്ട് മുകളിലത്തെ ഫ്ലോറിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അവർ ഒരുപാട് സാരീസൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മുടെ മേത്തൊക്കെ ഒന്ന് വെച്ച് സാരി എടുക്കുന്ന പോലെ ഒന്ന് ആ രീതിയിലൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ കളർ കാര്യങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി ഞങ്ങൾ അവസാനം അതിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം എടുക്കാനാണ് വന്നത്. അപ്പോൾ ഒരെണ്ണം ഒരുവിധമൊക്കെ സെലക്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് ചെറിയൊരു ഡാമേജ് കണ്ടു. അപ്പോൾ പിന്നെ അവരെ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അത് എടുക്കണ്ടാന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും വേറെ
പിന്നെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി പിന്നെ 2 എടുത്ത്, അതായത് ആ സമയത്ത് ഇഷ്ടപ്പെടുന്ന ഉടുക്കാൻ തോന്നുന്ന അതിർത്ത് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ 2 സാരി ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ സാരി സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടനുള്ള ഡ്രസ്സ് നോക്കാന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് പോകണം. ചേട്ടന് ഷർട്ട് പാന്റ് കാര്യങ്ങളൊക്കെ നോക്കാന്ന് വെച്ച്. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെയും മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറണം. അപ്പോൾ അങ്ങനെ സാരി സെലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ചേട്ടന് ഷർട്ട് നോക്കാനായിട്ട് പോകുന്നു. ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കല്യാൺ സിൽക്സിലാണ് കേട്ടോ. കുഴപ്പമില്ല, അവരെല്ലാം നമുക്ക് സാരിയൊക്കെ നമുക്കിഷ്ടം എന്ന് പറയുമ്പോൾ ഒരു പല സാരികളും ഇങ്ങനെ മേത്തൊക്കെ വെച്ച് നമ്മുടെ കളർ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണോ ചേരുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പള്ളി വിടുവിൻ്റെ ഒക്കെ പള്ളിയല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് പോകുന്നു. ഇനി ഞങ്ങൾക്ക് ചെരുപ്പ് നോക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ഷോപ്പിൽ. ഇത് ഞങ്ങളുടെ അഷ്ടമിച്ചിറ ടൗണിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ ചെരുപ്പ് നോക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. തിരിച്ചു പോയപ്പോഴേക്കും കണ്ടോ നല്ല രാത്രിയായി. അപ്പോൾ ലേറ്റായി. ഓരോ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി കയറി അങ്ങനെയൊക്കെ പോരാൻ. പിന്നെ വീട്ടിൽ ചെന്നാലും ഇപ്പം എനിക്ക് നിങ്ങളെ വാങ്ങിച്ച സാരിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല. കാരണം സാരി ഞാൻ ഫോൾ വയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് കടയിൽ. അതുപോലെ തന്നെ ബ്ലൗസായാലും തയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത് കയ്യിൽ കിട്ടുമ്പോൾ അവർ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് 29-ാം തീയതി ഉച്ച കഴിഞ്ഞാൽ. 30-ാം തീയതിയാണ് ഞങ്ങൾക്ക് കല്യാണത്തിന് എൻഗേജ്മെൻറ്റിന് പോകേണ്ടത്. അപ്പോൾ എന്നാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചേട്ടന് ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒരെണ്ണം, അത് മാത്രം ഇപ്പോൾ കയ്യിലുണ്ട്. ചേട്ടന് വാങ്ങിച്ചതും അഞ്ജുവിന് വാങ്ങിച്ചതും കയ്യിലുണ്ട്. എനിക്ക് 2 സാരി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ 2ഉം തയ്ക്കാനായിട്ട് ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഫോൾ വയ്ക്കാനും പിന്നെ പീക്കോ ചെയ്യാനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോയി ഷോപ്പിങ്ങൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഷോപ്പിംഗ് ചെയ്തെങ്കിലും നിങ്ങൾ കാണിക്കാനൊന്നും പറ്റില്ല ഡ്രസ്സ് വാങ്ങിച്ചതൊന്നും. കാരണം ഞാൻ തയ്ക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തേക്കായിരുന്നു, സാരി ഫോൾ വയ്ക്കാൻ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ സാരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേട്ടനും അഞ്ജുനും വാങ്ങിച്ചതൊന്നും വേറെ ഐറ്റംസ് ഒന്നും പിന്നെ കാണിച്ചില്ല. അപ്പോൾ എന്തായാലും തയ്ച്ചൊക്കെ നമുക്ക് ഇന്ന് കിട്ടി. നാളെയാണ് ഞങ്ങൾക്ക് കല്യാണത്തിന് പോകുന്നത്. കല്യാണമല്ല കേട്ടോ, സോറി, എൻഗേജ്മെൻറ്റ്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ അങ്കമാലിയിൽ വെച്ചാണ്. അതിനാണ് നമ്മൾ ഷോപ്പിംഗ് എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ വാങ്ങിയ ഐറ്റംസ് ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ചേട്ടന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഷർട്ട് കേട്ടോ. ഫുൾ സ്ലീവ് ഷർട്ടാണ്. ഈ ഒരു കളറ്. പിന്നെ ഇതിൻ്റെ റേറ്റ് 1199 രൂപ. അപ്പോൾ ചേട്ടനുള്ള ഷർട്ട് ഇതവിടെ റെഡി. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതൊക്കെ തേച്ചിട്ടൊക്കെ വേണം നാളെ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ തന്നെ. തേച്ചിട്ടില്ല. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അഞ്ജുവിൻ്റെ ഡ്രസ്സ് കാണിക്കാം. അഞ്ജുവിൻ്റെ എടുത്തിരിക്കുന്നത് ഒരു ഫ്രോക്കാണ്. ഫുൾ ഫ്രോക്കാണ് കേട്ടോ. ഫ്ലോർ വരെയുള്ള ഇറക്കത്തിലുള്ള ഫ്രോക്ക്. ഈ ഒരു കളറാണ്, ഗ്രീൻ. നമ്മുടെ ഫ്രണ്ട്സ് എപ്പോഴും ചോദിക്കാറുണ്ടല്ലോ അഞ്ജുവിന് വേറെ ഡ്രസ്സുകളൊക്കെ എന്താ ഇടിക്കാത്ത, ടീഷർട്ടും പാൻറ്റും എപ്പോഴും എന്താ ഇടിക്കണേന്ന്. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇതെന്തായാലും അഞ്ജുവിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അങ്ങനെ എടുത്തേക്കുന്നതാണ് ഈ ഒരു ഫ്രോക്ക്. ഇഷ്ടമായി ഫ്രണ്ട്സ്? ഇതുമൊക്കെ മൊത്തം സ്റ്റോണിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് സിൽവർ കളറിലുള്ള എംബ്രോയിഡറി ഇത് കൊടുത്തിട്ടുണ്ട്. സിൽവറിൻ്റെ ആ ഒരു ത്രെഡ് വെച്ച്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറിലുള്ള സ്റ്റോൺസ്. 2 സ്ലീവുമേണ്ട്. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ കൊടുത്തിട്ടുണ്ട് നെക്ക് സൈഡിൽ. പിന്നെ ഇവിടുന്ന് ഫുൾ എംബ്രോയിഡറി കേട്ടോ. പിന്നെ താഴെയും ആ ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് താഴെ.
ഇങ്ങനെ ഒരു ഫ്രോക്ക്, ബാക്ക് സൈഡ് മൊത്തം പ്ലെയിൻ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1898 രൂപ. ഇതിന് ലൈനിങ്ങും കൂടെ ഉണ്ട്, ലൈനിങ്ങും കൂടെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഷോളും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഷോളുമേ ഫുൾ സിൽവർ വർക്ക് കൊടുത്തിട്ടുണ്ട്, സ്റ്റോൺ വർക്ക്. അപ്പം അങ്ങനെ ഇത് ഷോളും ഫ്രോക്കും. ഞങ്ങൾക്ക് ഈ വർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കാണുന്ന താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റോൺ വർക്ക് ഇതും കളറായാലും ഇല്ലാത്തൊരു കളറാണ് അഞ്ചിന്. അപ്പം അതുകൊണ്ട് അങ്ങനെ അതെടുത്തതാണ്. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് സാരി എടുക്കാൻ പോയപ്പോൾ 2 സാരി ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നന്നായി ഇഷ്ടപ്പെട്ട സാരി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വയ്ക്കേണ്ടി വന്നു. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സാരി ഇതാണ് സാരി. പിന്നെ ഇതിൻ്റെ പല്ലോത കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു സാരിയുടെ തല വരുന്നത് ഇതാണ്. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ സാരി. ഓൾ ഓവർ ഇതേ വർക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ്. ഈ ഒരു കളർ തന്നെയാണ് ബ്ലൗസിൻ്റെ. ബ്ലൗസ് തയ്ച്ച് കിട്ടിയായിരുന്നു, ഞാൻ നോക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ്സിന് ഈ ഒരു ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇനി ഒരു സാരി കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടപ്പോൾ അങ്ങനെ സാരി വാങ്ങിക്കാൻ പോയപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കൂടി കൂടി ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. ഇതാണ് എൻ്റെ അടുത്ത സാരി. ഈ സാരി എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് എൻ്റെ മേത്ത് വെച്ചിങ്ങനെ അവർ ഓരോന്നിങ്ങനെ ഉടുപ്പിച്ച് കാണിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അത് കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിയത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പല്ലോ വരുന്നത് ഇതാണ് കേട്ടോ. പല്ലോ ഇവിടെയാണ്. ഇതിൻ്റെ സാരിത്തല ഇവിടെയാണ്. കാണുന്നുണ്ടാവോ ലൈറ്റ് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ സാരിയുടെ തല വരുന്നത്. അപ്പോൾ അങ്ങനെ 2 സാരി വാങ്ങി. ഇതിൻ്റെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ബ്ലൗസുള്ള സെയിം ബ്ലൗസ് തന്നെയാണ്. അപ്പോൾ അതേ സെയിം കളറ് വിത്ത് ബോർഡർ വർക്ക്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് എനിക്ക് തയ്ച്ച് കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഈ സമയമായത്, രാത്രിയായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. ഇത്രയും മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു, സാൻഡലൊക്കെ. അപ്പോൾ അത് അഞ്ജുനും വാങ്ങിച്ചായിരുന്നു, എനിക്കും വാങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഒരു സാൻഡലൊക്കെ വാങ്ങി. അങ്ങനെ കുഞ്ഞ് അത്രയും ഷോപ്പിങ്ങൊക്കെ നമ്മൾ ചെയ്തോളൂ. സാരിയുടെ വില പറയാൻ മറന്നുപോയി. സാരിയുടെ വില, ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1190 സംതിങ്. ഞാൻ മറന്നുപോയി. 1100 ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇതുമില്ല, അതൊരു സാരി ഫോളൊക്കെ വെക്കാൻ കൊടുത്തപ്പോൾ അവർ മാറ്റിയെന്ന് തോന്നുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2628 ഇതിൻ്റെ റേറ്റ് ഈ സാരിയുടെ. അപ്പോൾ നമ്മളത് കല്യാൺ സിൽക്സിന് എടുത്തത്. ഇഷ്ടംപോലെ സാരീസ് ഉണ്ട് കേട്ടോ അവിടെ, നല്ല അടിപൊളി സാരീസ്. പലതും ഞാൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് തള്ളി നീക്കി വെച്ച് പോന്നു. 2 മാത്രം എടുത്ത് പോന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഫാൻ നിർത്തി. ഭയങ്കരമായിട്ട് ചൂടെടുക്കണം. നമ്മൾ മുകളിലത്തെ ഫ്ലോറിലപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കണം. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. സമയം കിട്ടുന്ന പോലെ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഞാൻ സമയം കിട്ടുന്ന പോലെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പയ്യെ. അപ്പോൾ എല്ലാവരും, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ബൈ.